പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 2ാം ക്ലാസ് അഖീദ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ വരാൻ സാധ്യതയുള്ള മോഡൽ ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മുഴുവനായി തന്നെ കാണുക, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ വായിക്കാം. യോജിപ്പിക്കാം എന്ന ഒരു ചോദ്യമാണ്. യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. ആദ്യം ഒന്നെടുത്ത് എഴുതി, അത് വെട്ടി, വീണ്ടും മറ്റൊന്ന് മാറ്റി എഴുതി, അങ്ങനെ ചോദ്യപേപ്പർ വെട്ടും കുത്തുമായാൽ ഉസ്താദ് മാർക്ക് കുറച്ച് കളയും. ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ഈമാൻ കാര്യങ്ങൾ. ഏതാണ് ഇതിൽ ഈമാൻ കാര്യത്തിനോട് യോജിച്ചത്? 6 എന്നതാണ്. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. 6 എന്നാണ് അല്ലേ? ഈമാൻ കാര്യത്തിൽ 6 എന്നുണ്ട്, അപ്പോൾ 6 യോജിച്ചത്. രണ്ടാമത്തത് നമുക്ക് പറയാം. നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് പാഠത്തിൽ എന്തോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേതാണ് ഈ കോളത്തിലുള്ളത്? ഇൻഷാ അള്ളയാണ്. യെസ്, അപ്പോൾ അതിൻ്റെ ഉത്തരം ഇൻഷാ അള്ളയാണ്. ഇനി മൂന്നാമത്തത് 50 ഏടുകൾ നൽകപ്പെട്ട ആളാരാണിതിൽ? ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 30 ഏടുകൾ നൽകപ്പെട്ടതാരാണ്? ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇനി അഞ്ചാമത്തത് ഒന്നാമത്തെ ഊതൽ. അതിനോട് യോജിച്ചത് ഏതാണ്? ലോകം നശിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളതിനെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠം നല്ലോണം വായിക്കണം. ഇനി പൂർത്തിയാക്കാം എന്നൊരു ചോദ്യമാണ്. ഇതുപോലെ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിനും എളുപ്പ വഴി പാഠം വായിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഉമ്മമാരോട് പാഠം നന്നായി വായിച്ചു തരാൻ വേണ്ടി പറയണം. ഒന്നാമത്തത് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം ഏതാണ്? മഹ്ശറാണ്. രണ്ടാമത്തത് ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മൂന്നാമത്തത് 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത്. 4 അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അഞ്ചാമത്തത് അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തന്നു. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, ഉറപ്പാണ്. പൂരിപ്പിക്കാൻ വരും. നല്ലോണം വായിച്ചോളൂ കേട്ടോ പാഠങ്ങൾ. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാമെന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉത്തരം എഴുതാമെന്നുള്ളതിൽ ഒന്ന് ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഈമാൻ കാര്യം 6 എണ്ണമാണ്. അതിൽ 6ാമത്തേത് ചിലപ്പോൾ 5ാമത്തേതായിരിക്കും, ചിലപ്പോൾ 4ാമത്തേതായിരിക്കും. അപ്പോൾ ഏതാ ചോദിക്കുക എന്നറിയില്ലല്ലോ. അപ്പോൾ എല്ലാം പഠിച്ചു വെക്കണം. ഖദറിലെ വിശ്വാസം. അപ്പോൾ ഖദർ ഖലായിലെ അള്ളാഹുവിൻ്റെ തീരുമാനത്തോടുകൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിലുള്ള വിശ്വാസമാണ് 6ാമത്തേത്. ഈ രണ്ടാമത്തത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ആരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്? ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചവരെയാണ്. ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാം വയസ്സിൽ? 40ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് നബി പ്രവാചകനാകുന്നത്. നാലാമത്തത് ഈമാൻ കാര്യങ്ങളിൽ 3ാമത്തേത് ഏത്? അപ്പോൾ 2 ചോദ്യമായി അതിനെക്കുറിച്ച്, അതുകൊണ്ടെല്ലാം പഠിച്ചു വെക്കണേ. 3ാമത്തേത് കിതാബുകളിലെ വിശ്വാസമാണ്. അപ്പോൾ അള്ളാഹു ഇറക്കിയ കിതാബുകളിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ 3ാമത്തേത്. ഇനി 5ാമത്തേത് അവസാന നാൾ എന്നാൽ എന്ത്? നല്ലൊരു ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്. അവസാന നാൾ എന്നാൽ എന്ത്? ഈ ലോകം നശിച്ചതിന് ശേഷം ഉള്ള ദിവസമാണ് അവസാന നാൾ. ഒന്നുകൂടെ, ഈ ലോകം നശിച്ചതിന് ശേഷം ഉള്ള ദിവസമാണ് അവസാന നാൾ. രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഇത് എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് പരിശോധിക്കുക. ഇനി അടുത്തത് 4ാമത്തത് കിതാബുകളുടെയും നബിമാരുടെയും പേരുകൾ എഴുതാം എന്നതാണ്. 4 കിതാബുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആദ്യത്തേതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നും തൗറാത്ത് എന്നും കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 കിതാബുകളും നമുക്ക് പൂരിപ്പിക്കാനുള്ളതാണ്.
ചിലപ്പോൾ കോളം കൊടുത്തിട്ടോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 4 നബിമാരുടെ പേരുകളും അവർക്ക് ലഭിച്ച കിതാബുകളുടെ പേരുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. മൂസാ നബിക്ക് കിട്ടിയത് തൗറാത്താണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഇഞ്ചിലുമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സബൂറും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫുർഖാനുൽ അലീമായ ഖുർആനുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് എഴുതി കൊടുക്കേണ്ടത്. അവരുടെ പേരുകളും കിതാബിൻ്റെ പേരുകളും എഴുതുന്നതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 5-മത്തത് ശരിക്ക് ശരി അടയാളം നൽകാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് എന്നും ഉള്ളവരാണ് ആര്? അള്ളാഹു എന്നും ഉള്ളവരാണ്. മലക്കുകൾ എന്ന് മാറി ടിക്ക് ചെയ്യരുത്. മലക്കുകളും ഒരു കാലത്ത് ഒരു സമയം ഇല്ലാതെയാകും, വീണ്ടും അള്ളാഹു അവരെ പടക്കും. പക്ഷേ അള്ളാഹു എന്നും ഉള്ളവരാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53-ാം വയസ്സിൽ ഹിജ്റ പോയത് എങ്ങോട്ടാണ്? മദീനയിലേക്കാണ്. മക്കയിൽ നിന്നാണ് പോയത്, മദീനയിലേക്കാണ് പോകുന്നത്. 3-മത്തത് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് മലക്കുകൾ. 4-മത്തത് അള്ളാഹു ഇറക്കിയ ഏടുകൾ എത്രയാണ്? 100. അപ്പോൾ 100 എന്ന കള്ളിയിലാണ് നമ്മൾ ശരിയിട്ട് കൊടുക്കേണ്ടത്. 5-മത്തത് നബിമാരിൽ പ്രധാനികളാണ് ആര്? മുർസലുകൾ എന്നുണ്ട്, മലക്കുകൾ എന്നുണ്ട്. മുർസലുകൾ എന്നതാണ് ശരിയായത്. 6-മത്തത് സൂർ എന്ന കാഹളത്തിൽ ഊതും ആര്? ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണല്ലോ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നത്. നമ്മൾ പഠിച്ചതാണല്ലോ, ഓർത്തു വെക്കുക, പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നബിമാർ, മുർസലുകൾ, അതുപോലെ തന്നെ മലക്കുകൾ, അവരുടെ ജോലികൾ, കിതാബുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അതൊക്കെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. എല്ലാ പാഠവുമായി നമുക്ക് നല്ലോണം ബന്ധമുണ്ടാവണം. എങ്കിലേ നമ്മൾ വിചാരിച്ച മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടൂ. ഇനി അടുത്ത ചോദ്യം വായിക്കാം. 6-മത്തത് അർത്ഥം എഴുതാം എന്ന ചോദ്യമാണ്. അതിലൊന്ന് വന്നിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ സാരം. അതും കൂടെ പഠിച്ചു വെക്കുക, എഴുതുന്നത് കൂടെ പഠിക്കണേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലോണം പഠിച്ച് നാളത്തെ പരീക്ഷ എഴുതുക. എല്ലാ മക്കൾക്കും നല്ല വിജയമുണ്ടാവട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും മുഴുവൻ പരീക്ഷകളിലും ഉയർന്ന മാർക്കോടുകൂടെ മുഴുവൻ മാർക്കും ലഭിച്ചിട്ടുള്ള വിജയം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.